ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാവുകളിൽ പ്രത്യേകിച്ചും ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അന്നയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാൻ നിർദ്ദേശിച്ച അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ ചൊല്ലുക. അതിൻ്റെ ആശയം, അള്ളാഹുവെ, നീ പാപ്പികൾക്ക് മാപ്പ് നൽകുന്നവനാണല്ലോ, മാപ്പ് ചെയ്തു കൊടുക്കുക എന്നത് നിനക്ക് ഇഷ്ടവുമാണ്, അത് നിന്റെ വിശേഷണമാണ്. അതുകൊണ്ട് എനിക്കും നീ മാപ്പ് തരണേ അല്ലാഹ് എന്നാണ് ഫഅഫു അന്നി എന്നതിൻ്റെ അർത്ഥം. അഫുവ് എന്നത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മാണ്. നിരവധി ആയത്തുകളിൽ ഈ അഫുവ് കാണാം. കൂടാതെ അല്ലാഹുമ്മയിലെ അള്ളാഹു എന്നത് അവൻ്റെ മുബാറക്കായ നാമമാണ്. തുഹിബ്ബുൽ അഫ്വ എന്നത് അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു വിശേഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നല്ല പറഞ്ഞത്. എന്തെല്ലാം തെമ്മാടിത്തങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും, സബഉൽ മൂബിക്കാത്ത് നമ്മൾ ചെയ്യുന്നുണ്ടാകും, അതുപോലെ നിസ്കാരങ്ങൾ നമ്മൾ ഖളാ ആക്കുന്നുണ്ടാവും മനഃപൂർവ്വം. എന്നാലും അത്തരക്കാരെ പിടിച്ച് ശിക്ഷിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നല്ല അള്ളാഹു പറഞ്ഞത്. മറിച്ച് ശിക്ഷിക്കുന്നതിനേക്കാളും അവനിഷ്ടം മാപ്പ് കൊടുക്കലാണെന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രിയിലും ആരെങ്കിലും മാപ്പിന് ചോദിക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നവർ അവർക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്ന് ഹദീസിൽ വന്നത്. അപ്പോൾ ഈ അള്ളാഹു, അതുപോലെ അഫുവ് എന്ന രണ്ട് നാമങ്ങളും, അതുപോലെ തുഹിബ്ബുൽ അഫ്വ എന്ന വിശേഷണവും അടങ്ങിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ നാവിലൂടെ വന്ന ദുആയാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ. അധിക ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ച ഹദീസിൽ ഈ ദുആ കാണാം. ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ പറയാണ്, കൊഴുത്തു, ഒരു ദിവസം ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകരെ, അറഅയ്ത ഇൻ അലിംതു അയ്യു ലൈലത്തിൻ ലൈലത്തുൽ ഖദ്രി മാ അഖൂലു ഫിഹാ. അല്ല ഹബീബായവരെ, മാഷാ അല്ലാഹ്, ഉമ്മാൻ്റെ വല്ലാത്തൊരു ജിജ്ഞാസയാണത്. അല്ല ഹബീബായവരെ, ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്താ എന്ന് പറയേണ്ടത്? വല്ലാത്തൊരു ചോദ്യമാണത്. അപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൂലി ആയിഷു, നിങ്ങൾ പറഞ്ഞോളൂ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുമെന്ന് ഉമ്മാന്റെ ചോദ്യത്തിൽ നിന്നും അതിനുള്ള ഹബീബിന്റെ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതും വഹി അനുസരിച്ച് ഉരുവിട്ടതാണല്ലോ ആ ദുആ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൂല. അള്ളാഹു നിർദ്ദേശിക്കുന്ന ജിബ്രീൽ മുഖേന വഹി വരുന്നതനുസരിച്ചേ പറയൂ.